പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുക കേവലം 25 ദിനങ്ങൾ മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ട് ബുധനും ശുക്രനും ചൊവ്വയുമൊക്കെ രാശികൾ മാറുമ്പോൾ നാം സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്നു എന്ന ചോദ്യം എൻ്റെ പ്രേക്ഷകർക്കുണ്ടാകാം. വ്യാഴം വർഷത്തിലൊരിക്കൽ മാറുന്നു. എല്ലാവരും ശ്രദ്ധിക്കും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം. ശനി 2.5 വർഷം നിൽക്കുന്നു. അതിനിടയിൽ പലപ്പോഴും വക്രിയായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിചാരമുണ്ടാകുന്നുണ്ട്. രാഹുകേതുക്കൾ 1.5 വർഷം മാറുന്നു. ആദിത്യൻ മാസത്തിൽ മാറുന്നു. ചന്ദ്രൻ 2.25 ദിനത്തിൽ മാറുന്നു. പലപ്പോഴും ബുധനും ശുക്രനും 30 മുതൽ 45 ദിവസമാണ് സാധാരണ രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറാനുള്ള സമയം. ചൊവ്വയും അപ്രകാരമാണ്. ഉദാഹരണമായി ബുധൻ 65 ദിവസമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. അപ്രകാരം ചൊവ്വ 4 മാസം 120 ദിവസമൊക്കെ നിന്നത് കാണാറുണ്ട്. ഇവിടെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഇതായത് ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. അതുകൊണ്ടാണ് സൂക്ഷ്മമായി നാം ഇങ്ങനെയൊരു ചിന്ത നടത്തുന്നത്. ഓരോ രാശിക്കാർക്കും ഏത് രീതിയിൽ ഗുണം വരാമെന്ന ചിന്ത. 1201 മകരമാസം 23-ാം തീയതി മുതൽ കുംഭമാസം 17-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി 6 മുതൽ മാർച്ച് 1 വരെയുള്ള 25 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുക. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുക. വീനസ് ഈസ് ദ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്. വ്യാഴമാണെങ്കിൽ ഇസ് എ സ്പിരിച്വൽ പ്ലാനറ്റ്. മെറ്റീരിയൽ പ്ലാനറ്റ് ആകുന്നു ശുക്രൻ. വിവാഹം, ആഡംബരം, വാഹനം വാങ്ങുക, ധൂർത്തടിക്കുക, കാശ്, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. സ്ത്രീകൾ, സുഹൃത്തുക്കൾ, പബ്ബിൽ പോവുക, അടിച്ച് പൊളിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, കുംഭം ഒരു പ്രതീക്ഷയുടെ രാശിയാണ്. അത് ശനിയുടെ മൂലക്ഷേത്രമാണ്. ശനി 45 ഡിഗ്രി ബലമുള്ള രാശിയാണ് കുംഭൻ രാശി. കുംഭൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് പോലും നല്ല ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുംഭേ കർക്കടവത് ഫലാനി. കുംഭത്തിൽ വ്യാഴം വന്നാൽ രത്നസുധസുധാര വിഭവ പ്രജ്ഞാസുഖൈരന്വിത. രത്നസുധ, നല്ല മക്കളുണ്ടാകും. സുധാര വിഭവ, നല്ല ഭാര്യ, നല്ല വിഭവങ്ങൾ. പ്രജ്ഞാസുഖേഹി, ബൗദ്ധികമായ തലത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കും കുംഭൻ രാശിക്കാർ. ഇവിടെ ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് 4-ാം ഭാവാധിപത്യം. അമ്മാമന്മാർ, മരുമക്കൾ, ഭൂമി, വീട്, ഇതൊക്കെ ചിന്തിക്കണം 4-ാം ഭാവം കൊണ്ട്. പിന്നെ 9-ാം ഭാവം പൂർവികമായ സ്വത്ത്, അച്ഛൻ, ഗുരുജനങ്ങൾ, പിന്നെ തൻ്റെ ധാർമ്മികത, ഉപാസന, സൗശീല്യം, ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാണ് 9-ാം ഭാവം. ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. ഇത്ര ദിവസവും ശുക്രൻ 12-ാം ഭാവത്തിലായിരുന്നു. വാഹനാപകടങ്ങൾ ഉണ്ടാവുക, അനാവശ്യമായി പിതൃക്കൾ, അച്ഛൻ്റെ ആളുകൾ ഗുരുജനങ്ങളുമായി കലഹിക്കുക, ഇതൊക്കെ മാറി ശുക്രൻ ഇതാ നല്ല സ്ഥാനത്ത് ഇരിക്കുന്നു. വീടിനെ പറ്റി ചിന്തിക്കാം, ഭൂമിയെ പറ്റി ചിന്തിക്കാം, വാഹനത്തിനെ പറ്റി ചിന്തിക്കാം, നല്ല പോഷായിട്ട് നടക്കാം, നല്ല പ്രണയിനികളെ കിട്ടും, വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. ഭാഗ്യാധിപൻ 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. ഈ 25 ദിവസം യുവാവായാലും യുവതിയായാലും പ്രായമുള്ളവർക്ക് 2-ാം കെട്ട് നടത്താം, അല്ലെങ്കിൽ പ്രണയ സൗഹൃദങ്ങളുണ്ടാകും. സ്വകാര്യമായ ചില പ്രണയങ്ങളുണ്ടാകും. ലൈഫിൽ നല്ല വസ്ത്രം ധരിച്ച് മുന്നോട്ട് നീങ്ങാം. പലപ്പോഴും നല്ല ഇണകളെ കിട്ടാം. ഫിസിക്കലി സുഖം കിട്ടും. സെക്സിലൂടെ അനുഭവങ്ങൾ നന്നാകാം. ദാമ്പത്യത്തിൽ നിന്ന് ഒരുപക്ഷെ വിദേശത്ത് നിന്ന് വന്ന ആളുകൾക്ക് ഭാര്യാസുഖം നല്ല അസലായി. ആത്മീയമായ ഉണർവിന് പകരം ഭൗതികമായ സുഖങ്ങൾ. നല്ല സ്ഥലത്ത് ടൂറിനൊക്കെ പോവുക, ടൂറിസവുമായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് ഹാപ്പിയാകാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സമയമാണെന്ന് അറിയുക. ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്കിലേക്ക് എണ്ണാതിരി ഒക്കെ ചെയ്യണം. അവിടെ അന്നദാനം ചെയ്യണം. നാട്ടിലെത്തിയാൽ നിങ്ങൾ ധർമ്മദൈവ സങ്കേതങ്ങളിൽ രോഗശമനായ അന്നം പ്രദേയം ബഹു, ധാരാളം അന്നദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും ശോഭനമായ 25 ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.